ആദ്യം തന്നെ പറയട്ടെ, സിനിമയെ സിനിമയായി കാണാൻ നമ്മൾ ഭാരതീയർ ഇതുവരെയും പഠിച്ചിട്ടില്ല. നമ്മൾക്കറിയാം, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി എഴുതിയ ഒരു ഹൈ ബജറ്റ് മലയാള ചിത്രമാണ് എമ്പുരാൻ എന്ന്. ഈ കഴിഞ്ഞ മാർച്ച് 27-ന് സിനിമ റിലീസായിട്ടുണ്ട്. പ്രേക്ഷകർക്കും നിരൂപകർക്കുമിടയിൽ ചൂടേറിയ ചർച്ചകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ചിത്രം. ചിലർ അതിന്റെ സാങ്കേതിക മികവിനെയും ധീരമായ കഥ പറച്ചിലിനെയും പ്രശംസിക്കുമ്പോൾ മറ്റു പലരും വാദിക്കുന്നത് അതിന്റെ രാഷ്ട്രീയ ആഖ്യാനം ഹിന്ദു വിരുദ്ധ BJP വിരുദ്ധ സന്ദേശം പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് വളച്ചൊടിച്ചിരിക്കുന്നു എന്നാണ്. ചിത്രത്തിന്റെ കഥാതന്തു, ചരിത്ര സംഭവങ്ങളുടെ ഉപയോഗം, നിരൂപകരും കാഴ്ചക്കാരും അതിന്റെ രാഷ്ട്രീയ സന്ദേശങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നിവ നമ്മൾക്ക് പരിശോധിക്കാം. ചില വിഭാഗം പറയുന്നത് പോലെ എമ്പുരാൻ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണോ? സിനിമയിലെ പ്രൊപ്പഗാൻഡ എന്നത് ഒരു സിനിമ കേവലം വിനോദത്തിന് പകരം ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ കഥ പറച്ചിൽ ഉപയോഗിക്കുമ്പോഴാണ്. പ്രൊപ്പഗാൻഡ അഥവാ പ്രചാരണ സിനിമകൾ പലപ്പോഴും വൈകാരിക ഇമേജറിയും തിരഞ്ഞെടുത്ത വസ്തുതകളും ഉപയോഗിക്കുന്നു. എമ്പുരാൻ എന്ന സിനിമയുടെ കാര്യത്തിൽ ഗോദ്ര സംഭവത്തിന് ശേഷമുള്ള കലാപങ്ങൾ, ഹിന്ദു കഥാപാത്രങ്ങളുടെ റെഫറൻസ് തുടങ്ങിയ സംഭവങ്ങളുടെ ചിത്രീകരണത്തിൽ നിന്നാണ് വിവാദം ഉടലെടുക്കുന്നത്. ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തി വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്നതിന് സിനിമ ഈ ഘടകങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. ഏതെങ്കിലും നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഉദ്ദേശവും പ്രേക്ഷകരുടെ പ്രതികരണവും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ലൂസിഫറിൽ ആരംഭിച്ച ഒരു ട്രൈലോജിയുടെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. 2002-ൽ വടക്കേ ഇന്ത്യയിലെ വർഗീയ കലാപം മുതൽ കേരളത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചനകൾ വരെയാണ് സിനിമയുടെ ആഖ്യാനം. കലാപത്തിനിടെ സായിദ് എന്ന ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തെ ദാരുണമായി കൊലപ്പെടുത്തുന്നതിന് സാക്ഷ്യം വഹിക്കുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് ഇതിവൃത്തം കാണിക്കുന്നത്. ഈ വ്യക്തിപരമായ ദുരന്തം പിന്നീട് ഒരു വലിയ രാഷ്ട്രീയ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ അഴിമതി ആരോപണങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങളും നേരിടുന്നു. ഹിന്ദു ദേശീയവാദിയുടെ വ്യക്തമായ പ്രതീകമായ ബാബ ബജ്രംഗി എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. അക്രമം ഇളക്കിവിടുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അതിനിയും സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് അലോസരമായി തോന്നിയേക്കാം. യഥാർത്ഥ ചരിത്ര സംഭവങ്ങളെ സാങ്കല്പിക കഥാപാത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ നിരവധി കാഴ്ചക്കാർ രാഷ്ട്രീയമായി നിറഞ്ഞതായി കരുതുന്ന ഒരു വൈകാരിക ആഖ്യാനം സിനിമ സൃഷ്ടിക്കുന്നു. പല വലതുപക്ഷ ഗ്രൂപ്പുകളും എമ്പുരാനെ ഒരു പ്രചാരണ ഉപകരണമായി വിമർശിച്ചിട്ടുണ്ട്. ഹിന്ദു കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ച് BJPയുമായും RSSുമായും ബന്ധപ്പെട്ടവരെ അക്രമകാരികളായും അടിച്ചമർത്തുന്നവരായും ചിത്രം ചിത്രീകരിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നു. ഉദാഹരണത്തിന്, ചില രംഗങ്ങൾ ഹിന്ദു ഗ്രൂപ്പുകളെ ക്രൂരരായി കാണിക്കുകയും ചരിത്രപരമായ കൂട്ടക്കൊലകൾക്ക് അവരെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹിന്ദുക്കളെ മനഃപൂർവ്വം നെഗറ്റീവ് ഷെയ്ഡിൽ ചിത്രീകരിക്കുന്നു എന്ന വാദത്തിന് കാരണമായി. ചില പ്രശസ്ത മാധ്യമങ്ങളിൽ നിന്നുള്ള അവലോകനങ്ങൾ സൂചിപ്പിക്കുന്നത് 2002-ലെ കലാപത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം വർഗീയ വിദ്വേഷം വളർത്തുന്നത് എന്നാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ സിനിമയെ ഹിന്ദു വിരുദ്ധ ആഖ്യാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിച്ചതായി ആരോപിക്കുന്നു. ഈ പോസ്റ്റുകളിൽ പലതും ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പ്രചാരണം എന്നാണ് ചിത്രത്തെ പരാമർശിക്കുന്നത്. പൊതുജനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകളാണ് വിവാദത്തിന് ആക്കം കൂട്ടുന്നത്. സിനിമ ഒരു കലാസൃഷ്ടിയല്ല, മറിച്ച് സമൂഹങ്ങളെ ധ്രുവീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു രാഷ്ട്രീയ ആയുധമാണെന്ന് ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എമ്പുരാൻ സൃഷ്ടിപരമായ ആവിഷ്കാരത്തിന്റെ ഒരു സൃഷ്ടിയാണെന്ന് സിനിമയുടെ വക്താക്കൾ വാദിക്കുന്നു. സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിനുള്ള ഒരു മാധ്യമമായി സിനിമ വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. ഈ വീക്ഷണത്തിൽ ചരിത്രപരമായ അനീതികളായി അതിന്റെ സ്രഷ്ടാക്കൾ കാണുന്ന കാര്യങ്ങൾ തുറന്നു കാട്ടാനും വർഗീയ അക്രമത്തെക്കുറിച്ചുള്ള നിലവിലുള്ള ആഖ്യാനങ്ങളെ വെല്ലുവിളിക്കാനുമുള്ള ഒരു ശ്രമമായാണ് സിനിമയെ കാണുന്നത്. ഏകപക്ഷീയമെന്ന് പലരും വിശ്വസിക്കുന്ന സംഭവങ്ങളുടെ പതിപ്പിനെ ചോദ്യം ചെയ്യാൻ പൃഥ്വിരാജും മുരളി ഗോപിയും സിനിമയുടെ ആഖ്യാനം ഉപയോഗിക്കുന്നുണ്ടെന്ന് പിന്തുണക്കാർ പറയുന്നു. 2002-ലെ കലാപം പോലുള്ള ചരിത്ര സംഭവങ്ങൾ സങ്കീർണമാണെന്നും വിമർശനാത്മക പരിശോധന അർഹിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ കലാപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഫലം തെറ്റായ പ്രചാരണത്തിലേക്ക് കടക്കുമെന്ന് എതിരാളികൾ വാദിക്കുന്നു. സമതുലിതമായ കാഴ്ചപ്പാടുകൾ നൽകുന്നതിന് പകരം ഒരു രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുന്നതിനായി എമ്പുരാൻ സംഭവങ്ങളെ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ തിരഞ്ഞെടുത്ത കഥ പറച്ചിൽ കാഴ്ചക്കാർക്ക് വിനോദവും രാഷ്ട്രീയ സന്ദേശവും വേർതിരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. എമ്പുരാനോടുള്ള പ്രതികരണം സമ്മിശ്രമാണ്. വലതുപക്ഷ ഗ്രൂപ്പുകളും യാഥാസ്ഥിതിക വിമർശകരും ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ചൂടേറിയ ചർച്ചകളാൽ നിറഞ്ഞിരിക്കുന്നു. ചില ഉപയോക്താക്കൾ സിനിമ രാഷ്ട്രീയ കൃത്രിമത്വത്തിനുള്ള ഒരു ഉപകരണമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അവകാശപ്പെട്ട് അവരുടെ സിനിമാ ടിക്കറ്റുകൾ പോലും റദ്ദാക്കിയിട്ടുണ്ട്.
നിരവധി പത്രങ്ങളിലെയും ഓൺലൈൻ ലേഖനത്തിലെയും പ്രധാന വാർത്തകൾ ചിത്രത്തെ ഹിന്ദു വിരുദ്ധ പ്രചാരണമെന്ന് മുദ്രകുത്തുകയും അതിന്റെ ആഖ്യാന തന്ത്രങ്ങളെ പ്രത്യയശാസ്ത്രപരമായ പക്ഷാപാതത്തിന് പേരുകേട്ട മറ്റ് വിവാദ സിനിമകളുടെ ആഖ്യാന തന്ത്രങ്ങളുമായി താരതമ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ചായുന്ന ചില കാഴ്ചക്കാർ വിവാദപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സിനിമയുടെ സന്നദ്ധതയെ അഭിനന്ദിക്കുന്നു. ഈ സിനിമ പ്രബലമായ രാഷ്ട്രീയ ആഖ്യാനങ്ങളെ വെല്ലുവിളിക്കുകയും ചരിത്ര സംഭവങ്ങളെയും അവയുടെ വർത്തമാനകാല പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ വാദിക്കുന്നു. സിനിമയുടെ പിന്തുണക്കാർ സാങ്കേതിക നേട്ടങ്ങളെയും ധീരമായ കഥ പറച്ചിലിനെയും പ്രശംസിക്കുന്നു. സാമൂഹിക വിഭജനങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയ ഘടകങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു. മോഹൻലാലിനെ പോലുള്ള പ്രമുഖ സിനിമാ താരങ്ങളുടെ പങ്കാളിത്തത്താൽ ചർച്ച കൂടുതൽ സങ്കീർണമാകുന്നു. നിഷ്പക്ഷ പ്രതിച്ഛായയും ജനപ്രീതിയുമുള്ള മോഹൻലാലിന്റെ എമ്പുരാനിലെ വേഷം അദ്ദേഹത്തിന്റെ നിരവധി ആരാധകരിൽ നിരാശ ഉളവാക്കിയിട്ടുണ്ട്. വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുള്ള ഒരു സിനിമയ്ക്ക് തന്റെ സൂപ്പർ സ്റ്റാർ ഇമേജ് നൽകുന്നതിലൂടെ രാഷ്ട്രീയമായി നിഷ്പക്ഷത പുലർത്തുന്നതുകൊണ്ട് തന്നെ ആരാധിച്ചിരുന്ന ഒരു വിഭാഗം പ്രേക്ഷകരെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എമ്പുരാനും രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച മറ്റു സിനിമകളും തമ്മിൽ ചില താരതമ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കാല പോലുള്ള സിനിമകൾ ചരിത്രപരമായ വിവരണങ്ങളും സമൂഹ സംഘർഷങ്ങളും ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാല അതിന്റെ വ്യക്തമായ രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് പേരുകേട്ടതാണെങ്കിലും എമ്പുരാൻ കൂടുതൽ സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പലരും വാദിക്കുന്നു. ശ്രദ്ധേയമായ ദൃശ്യങ്ങളും പോളിഷ് ചെയ്ത ദിശയും ഉണ്ടായിരുന്നിട്ടും അടിസ്ഥാന സന്ദേശം സമാനമായി തുടരുന്നു. രാജ്യത്തിന്റെ സാമൂഹികവും ചരിത്രപരവുമായ ദുരിതങ്ങൾക്ക് ഉത്തരവാദിയായി ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഇത് ചിത്രീകരിക്കുന്നു. ഒരു സിനിമ അറിയപ്പെടുന്ന ചരിത്ര സംഭവങ്ങളെ അതിന്റെ ക്യാൻവാസായി ഉപയോഗിക്കുമ്പോൾ സന്തുലിതമായ ഒരു വീക്ഷണം അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കൂടുതൽ വലുതായി തീരുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സങ്കീർണമായ ഒരു കഥയുടെ ഒരു വശം മാത്രം പ്രേക്ഷകരെ കാണിച്ചാൽ അത് തെറ്റായ വ്യാഖ്യാനത്തിനും വിഭജനത്തിനും കാരണമാകും. എമ്പുരാൻ ഒരു പ്രൊപ്പഗാൻഡ വിഭാഗത്തിൽ പെടുന്നുവെന്ന് പലരും അവകാശപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. എമ്പുരാനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നത് സിനിമ കലാപരമായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു എക്സസൈസ് ആണെന്നാണ്. സിനിമകൾ ചിന്തയെയും ചർച്ചയെയും ഉത്തേജിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും കലയിലെ രാഷ്ട്രീയ പക്ഷപാതം അനിവാര്യമാണെന്നും അവർ വാദിക്കുന്നു. ഈ വീക്ഷണം അനുസരിച്ച് ചരിത്രത്തെ വ്യാഖ്യാനിക്കാനും പുനർവിചിന്തനം ചെയ്യാനുമുള്ള ഒരു സാധുവായ മാർഗമാണ് സിനിമയുടെ സമീപനം. വർഗീയ അക്രമത്തിന്റെ ക്രൂരത ഉയർത്തിക്കാട്ടുന്നതിലൂടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്നതിലൂടെയും അധികാര ഘടനകളെയും ചരിത്ര വിവരണങ്ങളെയും കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാൻ എമ്പുരാനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പിന്തുണക്കാർ വാദിക്കുന്നു. കൂടാതെ സിനിമയിൽ ചരിത്ര സംഭവങ്ങളുടെ ഉപയോഗം പുതിയതല്ലെന്ന് സിനിമയുടെ വക്താക്കൾ അഭിപ്രായപ്പെടുന്നു. എല്ലാ സിനിമകളും ഒരു പരിധിവരെ ഫിലിം മേക്കേഴ്സിന്റെ അനുഭവങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ലെൻസിലൂടെ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലെ സ്ഥിതിയെ വെല്ലുവിളിക്കുന്ന മറ്റൊരു വ്യാഖ്യാനം മാത്രമാണ് എമ്പുരാൻ. സിനിമയുടെ വാണിജ്യ വിജയവും വ്യാപകമായ ചർച്ചയും പൊതുജനങ്ങളിൽ ഒരു പ്രധാന വിഭാഗവുമായി അതൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എമ്പുരാൻ ഒരു വിരുദ്ധ പ്രചാരണ സിനിമയാണോ എന്ന് പരിശോധിക്കുമ്പോൾ രണ്ടു വശങ്ങളും പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. ഒരു വശത്ത് ചരിത്ര സംഭവങ്ങളെയും രാഷ്ട്രീയ ഗ്രൂപ്പുകളെയും കുറിച്ച് സിനിമ വ്യക്തമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ പല നിരൂപകരും വാദിക്കുന്നത് ഈ പരാമർശങ്ങൾ ഒരു സമൂഹത്തെ വില്ലനായി അവതരിപ്പിക്കാൻ വളച്ചൊടിച്ചതാണെന്നാണ്. വർഗീയ അക്രമത്തിന്റെ ചിത്രീകരണം, ചില ചരിത്ര വിശദാംശങ്ങളിൽ പ്രത്യേക ഊന്നൽ, രാഷ്ട്രീയ വ്യക്തികളുടെ നെഗറ്റീവ് ചിത്രീകരണം എന്നിവയെല്ലാം സിനിമയ്ക്ക് ഒരു അടിസ്ഥാന രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന വാദത്തെ പിന്തുണയ്ക്കുന്നു. മറുവശത്ത് കല പലപ്പോഴും അതിന്റെ സൃഷ്ടാക്കളുടെ അഭിപ്രായങ്ങളെയും പക്ഷപാതങ്ങളെയും പ്രതിഫലിക്കുന്നുവെന്ന് അംഗീകരിക്കുന്നതും ഒരുപോലെ പ്രധാനമാണ്. അപ്പോൾ ചോദ്യം, സിനിമ ഒരു സന്തുലിത വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നുണ്ടോ അതോ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത് അതിശയോക്തിയും തെരഞ്ഞെടുത്ത ആഖ്യാനവും മനഃപൂർവ്വം ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ്. എമ്പുരാന്റെ കാര്യത്തിൽ രണ്ടാമത്തേത് ശരിയാണെന്ന് പല നിരൂപകരും വിശ്വസിക്കുന്നു. വൈകാരികമായി തീവ്രമായ ഇമേജറിയുടെ ആവർത്തിച്ചുള്ള ഉപയോഗവും പ്രത്യേക ഗ്രൂപ്പുകളെ അധിക്ഷേപിക്കുന്നതിനുള്ള ശ്രദ്ധയും വസ്തുനിഷ്ഠമായ കഥ പറച്ചിലിന് പകരം ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മീഡിയ കവറേജും സോഷ്യൽ മീഡിയ ചർച്ചകളും എമ്പുരാനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നിരവധി ഓൺലൈൻ ലേഖനങ്ങളും വാർത്താ വിഭാഗങ്ങളും ചിത്രം വർഗീയ സംഘർഷങ്ങൾ വളർത്താൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന അവകാശവാദങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചൂടേറിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഉപയോക്താക്കൾ നെഗറ്റീവ് അവലോകനങ്ങളുടെയും ടിക്കറ്റ് റദ്ദാക്കലുകളുടെയും സ്ക്രീൻഷോട്ടുകൾ സിനിമയോടുള്ള എതിർപ്പിന്റെ തെളിവായി പങ്കിടുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിൽ അത്തരം ചർച്ചകൾ പലപ്പോഴും പ്രേക്ഷകരെ കൂടുതൽ ധ്രുവീകരിക്കുന്നു. സമതുലിതമായ ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിലവിലുള്ള വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്നു.
ഓൺലൈനിൽ പക്ഷാപാതപരമായ അഭിപ്രായ പ്രകടനങ്ങളുടെ വ്യാപനവും വിവാദത്തിന് കാരണമാകുന്നു. ട്വിറ്റർ, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ സ്വാധീനമുള്ള ശബ്ദങ്ങൾ സിനിമയെ ഹിന്ദു വിരുദ്ധ പ്രചാരണം എന്ന് മുദ്രകുത്തുകയും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അത്തരം ആഹ്വാനങ്ങൾ ചലച്ചിത്ര നിർമ്മാതാക്കളെയും പ്രേക്ഷകരെയും ഒരു രാഷ്ട്രീയ ലെൻസിലൂടെ കാണാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇത് അതിന്റെ കലാപരമായ ഗുണങ്ങളെ സ്വതന്ത്രമായി വിലയിരുത്തുന്നതിനുള്ള ചുമതലയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പ്രൊപ്പഗാൻഡ സിനിമകൾ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു, പ്രത്യേകിച്ച് വികാരങ്ങൾ ഉണർത്താൻ അവർ ചരിത്രവും രാഷ്ട്രീയവും ഉപയോഗിക്കുമ്പോൾ. എമ്പുരാന്റെ കാര്യത്തിൽ വർഗീയ അക്രമങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണവും രാഷ്ട്രീയ വ്യക്തികളെക്കുറിച്ചുള്ള ചിത്രീകരണവും നിലവിലുള്ള ഭിന്നതകളെ കൂടുതൽ ആഴത്തിലാക്കിയേക്കാം. രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചോ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചോ ഇതിനകം ശക്തമായ അഭിപ്രായങ്ങൾ പുലർത്തുന്ന പ്രേക്ഷകർക്ക് സിനിമ നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പുകൾ ശക്തിപ്പെടുത്തുകയും ശത്രുത വളർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് വ്യക്തമായ പക്ഷപാതപരമായ പ്രമേയങ്ങളുള്ള സിനിമകൾ കൂടുതൽ വിഭജിക്കപ്പെട്ട സമൂഹത്തിലേക്ക് നയിച്ചേക്കാമെന്ന് പല രാഷ്ട്രീയ വിശകലന വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം രാഷ്ട്രീയ വിഷയങ്ങൾ പരിവേഷണം ചെയ്യുന്ന സിനിമകൾ സംവാദത്തിനും മാറ്റത്തിനും ഉത്തേജകമായി വർത്തിക്കും. ചരിത്രത്തെയും അധികാരത്തെയും കുറിച്ചുള്ള അസുഖകരമായ സത്യങ്ങളെ നേരിടാൻ അവ പ്രേക്ഷകരെ നിർബന്ധിതരാക്കും. എന്നിരുന്നാലും ആഖ്യാനം ഏകപക്ഷീയമാണെങ്കിൽ അത് സൃഷ്ടിപരമായ സംഭാഷണത്തിന് ഇടം നൽകിയേക്കില്ല എന്നതാണ് അപകട സാധ്യത. എമ്പുരാൻ ആരാധകരുടെയും നിരൂപകരുടെയും ശക്തമായ പ്രതികരണങ്ങൾ കാണിക്കുന്നത് അഭിപ്രായങ്ങൾ ശക്തമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ചിത്രം ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കി എന്നാണ്. എമ്പുരാൻ ഒരു പ്രൊപ്പഗാൻഡ ചിത്രമാണോ എന്ന് തീരുമാനിക്കാൻ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കെതിരെ കലാപരമായ ഉദ്ദേശ്യം തൂക്കി നോക്കണം. സിനിമയ്ക്ക് വ്യക്തമായും ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. കൂടാതെ അതിലെ പല രംഗങ്ങളും കഥാപാത്ര ചിത്രീകരണങ്ങളും പല സമൂഹങ്ങൾക്കും രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കുമെതിരെ ഒരു പ്രതിഷേധം ഉണർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. വർഗീയ അക്രമത്തെ ചിത്രീകരിക്കുന്ന രീതിയിലും രാഷ്ട്രീയ വ്യക്തികളെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നതിലും ഇത് വ്യക്തമാണ്. ഒരു സമൂഹത്തെ നിഷേധാത്മകമായി ചിത്രീകരിക്കുകയും മറ്റുള്ളവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ കഥാഗതിയിൽ മാത്രം ഊന്നൽ നൽകുന്ന ചിത്രം ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷകോണുകൾ അനുവദിക്കുന്നില്ലെന്ന് നിരൂപകർ വിശ്വസിക്കുന്നു. മറുവശത്ത് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തുറന്നു കാട്ടുകയും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ചരിത്ര ആഖ്യാനങ്ങളുടെ പുനഃപരിശോധന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് ചലച്ചിത്ര നിർമ്മാതാക്കൾ വാദിച്ചേക്കാം. സിനിമയുടെ രാഷ്ട്രീയ നിലപാട് പലതിലും ഒരു കാഴ്ചപ്പാട് മാത്രമാണെന്ന് അവർക്ക് വാദിക്കാൻ കഴിയും. എന്നിരുന്നാലും ഒരു സിനിമ ആവർത്തിച്ച് വിരൽ ചൂണ്ടാൻ ചാർജ് ചെയ്ത ചിഹ്നങ്ങളും തിരഞ്ഞെടുത്ത കഥാപറച്ചിലുകളും ഉപയോഗിക്കുമ്പോൾ അതൊരു പ്രചാരണ രൂപമായി മാറാൻ സാധ്യതയുണ്ട്. അവലോകനങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത് പ്രേക്ഷകരിൽ ഒരു പ്രധാന ഭാഗം സിനിമയെ ഈ വെളിച്ചത്തിൽ കാണുന്നുവെന്നാണ്. വിശകലനം സൂചിപ്പിക്കുന്നത് എമ്പുരാൻ ഒരു പ്രധാന രാഷ്ട്രീയ സന്ദേശം നൽകുന്നു എന്നാണ്. പലരും ഇതിനെ ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ പ്രചാരണമായി കാണുന്നു. ചില രാഷ്ട്രീയ ഗ്രൂപ്പുകളെയും സമൂഹങ്ങളെയും പ്രത്യേകിച്ച് ഹിന്ദു ദേശീയതയുമായി ബന്ധപ്പെട്ടവരെ നെഗറ്റീവ് വെളിച്ചത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്നതിനായി ചരിത്ര സംഭവങ്ങളും നാടകീയമായ കഥ പറച്ചിലുകളും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് കലാപരമായ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും തിരഞ്ഞെടുത്ത കഥ പറച്ചിൽ, വൈകാരിക തീക്ഷ്ണമായ ദൃശ്യങ്ങൾ, ചരിത്രത്തിന്റെ പക്ഷപാതപരമായ പ്രതിനിധാനം എന്നിവയിലൂടെ എമ്പുരാൻ നിർമ്മിച്ച രീതി അതൊരു പ്രൊപ്പഗാൻഡ സിനിമയായി പ്രവർത്തിക്കുന്നു എന്ന വീക്ഷണത്തെ പിന്തുണയ്ക്കുന്നു. സോഷ്യൽ മീഡിയയും പക്ഷപാതപരമായ മാധ്യമങ്ങളും വർദ്ധിപ്പിക്കുന്ന സമ്മിശ്ര പൊതുജന പ്രതികരണം ചർച്ചയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. നിലവിലുള്ള അധികാര ചലനാത്മകതയെക്കുറിച്ചുള്ള ധീരമായ വിമർശനം ചരിത്രത്തിന്റെ പുനർമൂല്യനിർണയം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പിന്തുണക്കാർ വാദിക്കുന്നു. അതേസമയം എതിർക്കുന്നവർ അതിനെ കമ്മ്യൂണിറ്റി പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു ദോഷകരമായ ഉപകരണമായി കാണുന്നു. ആത്യന്തികമായി എമ്പുരാനെ ഒരു പ്രചാരണ സിനിമയായി ഒരാൾ കാണുന്നുണ്ടോ എന്നത് വ്യക്തിഗത വിശ്വാസങ്ങളെയും രാഷ്ട്രീയ വീക്ഷണങ്ങളെയും ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും തെളിവുകൾ സിനിമ നിഷ്പക്ഷമായ കഥ പറച്ചിലിനേക്കാൾ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്ര അജണ്ടയെ അനുകൂലിക്കുന്നുവെന്നും അതിന്റെ പ്രചാരണ വശങ്ങൾ അവഗണിക്കാൻ പ്രയാസമാണെന്നും സൂചിപ്പിക്കുന്നു. ശക്തമായ രാഷ്ട്രീയ പ്രമേയങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ ധ്രുവീകരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. ചരിത്ര സംഭവങ്ങളും ശ്രദ്ധേയമായ ഇമേജറിയും ഉപയോഗിച്ച് പലരും പക്ഷപാതപരമായി കാണുന്ന ഒരു ആഖ്യാനം അവതരിപ്പിക്കുന്നു. ചരിത്ര വിവരണങ്ങളിൽ നിഷ്പക്ഷതയ്ക്ക് മുൻഗണന നൽകുന്നവർക്ക് ഈ സിനിമ കൃത്രിമവും ഏകപക്ഷീയവുമായും തോന്നിയേക്കാം. നേരെ മറിച്ച് നിലവിലുള്ള ആഖ്യാനങ്ങൾക്ക് ആവശ്യമായ വെല്ലുവിളിയായി അതിന്റെ ധീരമായ നിലപാടിനെ മറ്റുള്ളവർ അഭിനന്ദിച്ചേക്കാം. കാഴ്ചപ്പാട് എന്തുതന്നെയായാലും എമ്പുരാനിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച രാഷ്ട്രീയ ചർച്ചകളെ രൂപപ്പെടുത്തുന്നതിൽ സിനിമയുടെ ശക്തമായ സ്വാധീനത്തെയും കലാപരമായ ആവിഷ്കാരത്തിനും പ്രചാരണത്തിനും ഇടയിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെയും അടിവരയിടുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.